മരണശേഷവും 4 പേർക്ക് ജീവനായി തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി അമൽ ബാബു. വാഹനാപകടത്തിൽ മരിച്ച മലയൻകീഴ് സ്വദേശിയുടെ ഹൃദയം മലപ്പുറം സ്വദേശി സ്വീകരിക്കും. ഉച്ചയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് എയർ ആംബുലൻസിലാണ് ഹൃദയം കൊച്ചി ലിസി ആശുപത്രിയിൽ എത്തിച്ചത്. ജീവന്റെ തുടിപ്പിനായി കിലോമീറ്ററുകൾക്കകലെ കാത്തിരിക്കുന്ന മലപ്പുറം സ്വദേശിയുടെ അടുത്തേക്ക് തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ആശുപത്രിയിൽ നിന്ന് ഹൃദയവുമായി വൈദ്യസംഘം യാത്ര തുടങ്ങി. ഇക്കഴിഞ്ഞ 12-നുണ്ടായ വാഹനാപകടത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം മലയൻകീഴ് സ്വദേശി അമൽ ബാബുവിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. മറ്റു 4 പേർക്കാണ് അമൽ ബാബുവിലൂടെ ജീവന്റെ തുടിപ്പുകൾ എത്തുന്നത്. സ്വന്തം മകൻ മറ്റുള്ളവരുടെ ജീവിക്കട്ടെ എന്ന ഒടുവിലത്തെ ആശ്വാസത്തിലാണ് മാതാപിതാക്കൾ. അവയം കൊടുക്കാൻ ബില്ലിംഗ് ആണോന്ന് ചോദിച്ചു. ഇന്നലെ ചോദിച്ചു, കൗൺസിലിംഗ് നടത്തി. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞ് തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ 101% സമ്മതമാണെന്ന് പറഞ്ഞു. പിന്നെ ഞാനും സമ്മതിച്ചു. എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവൻ്റെ അമ്മ ഉറപ്പ് വരുത്തി. ജീവിക്കണം, അവനിലൂടെ 5-6 പേര് ജീവിക്കട്ടെ എന്നുള്ള ഒരു മനസ്സ് വന്നതുകൊണ്ട് ഞങ്ങൾ ഡൊണേഷനായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചതാണ്. ഹൃദയം, കരൾ, വൃക്ക എന്നീ അവയവങ്ങളാണ് മറ്റ് രോഗികളിലേക്ക് എത്തുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഡോക്ടർമാരുടെ സംഘം പുറപ്പെട്ടു. ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജീവന്റെ തുടിപ്പുമായി കൊച്ചി ഗ്രാൻഡ് ഹയാത്തിന്റെ ഹെലിപ്പാഡിലേക്ക് ഹെലികോപ്റ്റർ പറന്നിറങ്ങുകയായിരുന്നു. മലയൻകീഴ് സ്വദേശിയായ അമൽ ബാബുവിന്റെ ഹൃദയമാണ് 2:10 ഗ്രാൻഡ് ഹയാത്തിന്റെ ഹെലിപ്പാഡിലേക്ക് എത്തിച്ചത്. കൊച്ചിയിലെത്തിയ ഹൃദയം സ്വീകരിക്കാൻ ലിസി ആശുപത്രിയിലെ ഡോക്ടർമാർ സജ്ജമായിരുന്നു. ഹെലിപ്പാഡിൽ നിന്ന് ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് 3 മിനിറ്റ് കൊണ്ട് ലിസി ആശുപത്രിയിലേക്ക്. ആംബുലൻസിന് വഴിയൊരുക്കാൻ നഗരം വഴികൾ മുഴുവൻ മാറി നിന്നു. കമ്മീഷണർ വിമലാദിത്യ സാറ് ഞങ്ങൾക്ക് നിർദ്ദേശം തന്നത് യാതൊരു തടസ്സവുമില്ലാതെ, ഇതൊരു നന്മയാണ്, ഡ്യൂട്ടിക്കും അപ്പുറം. ആശുപത്രിയിൽ ശസ്ത്രക്രിയാ നടപടികൾ തുടങ്ങി. ശസ്ത്രക്രിയക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഓൾറെഡി ചെയ്തു വെച്ചിരുന്നു. ജോസാക്കോ പെരേപ്പുറം സാറിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ സജ്ജരായിരുന്നു. അമൽ ബാബുവിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് ഇനി മലപ്പുറം സ്വദേശിയുടെ ജീവനിലേക്ക്. രാത്രിയോടെ ശസ്ത്രക്രിയ പൂർത്തിയാകും. ടീം മാതൃഭൂമി ന്യൂസ്.